ബധിരനും മൂകനുമായ ഒരു ആൺകുട്ടി വിധവയായ തൻ്റെ അമ്മയുടെ കൊലപാതകത്തിന് സാക്ഷിയാകുന്നു. കൊലപാതകികളിൽ നിന്ന് രക്ഷ നേടുന്നതിനായി അവൻ വീട് വിട്ട് ഓടിപ്പോകുന്നു. കുടുംബം നഷ്ടപ്പെട്ട ദുഃഖത്തിൽ മദ്യപാനിയായി തീർന്ന ആളാണ് കിരൺ. കുപ്പത്തൊട്ടിയിൽ കിടന്നുറങ്ങുന്ന ആ കുട്ടിയെ കിരൺ കണ്ടെത്തുകയും പിന്നീട് ദത്തെടുക്കുകയും മരണപ്പെട്ടുപോയ തൻ്റെ കുട്ടിയുടെ പേര് അതിന് നാമകരണം ചെയ്യുകയും ചെയ്യുന്നു. അവനെ അയാൾ സ്വന്തം മകനെ പോലെ വളർത്തുന്നു. അമ്മയുടെ മരണത്തിന് പിന്നിലെ ഘാതകർ ആ കുട്ടിയെയും പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കുട്ടിയെ തട്ടിയെടുക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്നും ആ കുട്ടി ഒരു ബധിരനും മൂകനും ആണെന്ന് തിരിച്ചറിഞ്ഞ കിരൺ തൻ്റെ ശ്രദ്ധ പൂർണ്ണമായി അവനിൽ ഉണ്ടാകുന്നതിന് വേണ്ടി അയാളുടെ മദ്യപാനം തന്നെ ഉപേക്ഷിക്കുന്നു. ശേഷം കുട്ടിയുടെ പിന്നിലെ ദുരൂഹതകൾ തിരക്കി കിരൺ ഇറങ്ങുന്നു. ഇതിനിടയിൽ നീത എന്ന പെൺകുട്ടിയെയും പരിചയപ്പെടുന്നു. ആ കുട്ടി തൻ്റെ സഹോദരിയുടെ കുട്ടിയാണെന്ന് തിരിച്ചറിയുന്നതോടെ നീതയ്ക്കും ആ കുട്ടിയുടെ ഒരു പ്രത്യേക വാത്സല്യം തോന്നുന്നു. കുട്ടിയുടെ പിന്നിലെ ദുരൂഹതകളിലേക്ക് കിരൺ എത്തിച്ചേരുകയും അവസാനം ഒരു വലിയ സംഘടനത്തിൽ ഏർപ്പെടുന്നതിനിടയിൽ കിരണും വില്ലന്മാരും മരണമടയുന്നതോടുകൂടി സിനിമ അവസാനിക്കുന്നു. ഭയത്തിൻ്റെ സീമകൾ ലംഘിക്കപ്പെട്ട ഒരു സിനിമയായിരുന്നു അത്. ഇത്രയേറെ പ്രേക്ഷകരെ ഭയപ്പെടുത്തിയ ഒരു വില്ലൻ അക്കാലത്തിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രത്തിലും ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ നായകനോ നായികയോ അല്ല ആ സിനിമയെ നയിച്ചിരുന്നത്. രഞ്ജി എന്ന പേരിട്ട ആ ഒരു വില്ലൻ കഥാപാത്രമായിരുന്നു. ഇഴഞ്ഞു നീങ്ങുന്ന ഒരു പാമ്പിനെ മനസ്സിൽ സങ്കല്പിച്ചാണ് ആ കഥാപാത്രത്തെ കൈകാര്യം ചെയ്തിരുന്നത് എന്ന് ഒരു ഇന്റർവ്യൂവിൽ ആ നടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗാനങ്ങൾ കൊണ്ടും കഥ കൊണ്ടും ഒരു സസ്പെൻസ് ത്രില്ലറായിരുന്ന ആ സിനിമ പക്ഷേ വൻ പരാജയമായിരുന്നു. എന്നാൽ 6 ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട ഈ ചിത്രം അവിടെയൊക്കെ വൻ കളക്ഷനാണ് നേടിയത്. തമിഴിൽ സത്യരാജും തെലുങ്കിൽ ചിരഞ്ജീവിയും കന്നഡയിൽ അംബരീഷും ഹിന്ദിയിൽ ഗോവിന്ദയും നായകന്മാരായി അഭിനയിച്ച് വിജയിച്ചു. അതുകൂടാതെ സിംഹളയിലും ബംഗ്ലാദേശി ഭാഷയിലും ചിത്രം ചെയ്ത് വിജയിച്ചിരുന്നു. മലയാളത്തിൽ പരാജയമായിരുന്നെങ്കിലും നിരൂപണ ശ്രദ്ധ നേടിയ ഒരു ചിത്രമായി മാറി ഇത്. മറ്റു ഭാഷകളിൽ നായകന് ഒന്നും സംഭവിക്കാതിരിക്കുകയും മലയാളത്തിൽ വില്ലന്മാരോടൊപ്പം നായകൻ കൊല്ലപ്പെടുകയും ചെയ്തതുകൊണ്ടാകാം ഇവിടെ ആ ചിത്രം പരാജയപ്പെട്ടത് എന്ന് സംവിധായകനും നിർമ്മാതാവിനും പിന്നീട് ബോധ്യമായി. മമ്മൂട്ടിയാണ് കിരണായി അഭിനയിച്ചത്. ഷൂട്ടിങ്ങിന് ശേഷം അസിസ്റ്റന്റ് ഡയറക്ടർമാരായ സിദ്ദിഖ് ലാൽ മമ്മൂട്ടി ഇതിൽ ഉപയോഗിച്ചിരുന്ന ഷർട്ട് മമ്മൂട്ടിയോട് ആവശ്യപ്പെടുകയും മമ്മൂട്ടി അത് അവർക്ക് നൽകുകയും ചെയ്തു. ആ ഷർട്ടാണ് പിന്നീട് റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമയിൽ റാംജി റാവു ധരിച്ച് ശ്രദ്ധ നേടിയത്. രഞ്ജി എന്ന വേഷത്തിലൂടെ മലയാളികളെ ഹരം കൊള്ളിച്ച, ഉള്ളിൽ പക സൃഷ്ടിച്ച ആ നടൻ ബാബു ആന്റണിയായിരുന്നു. ഈ ചിത്രം വൻ പരാജയമാണെന്നറിഞ്ഞതോടെ മമ്മൂട്ടി അപ്പോൾ തന്നെ സ്വർഗചിത്രയ്ക്ക് അടച്ചു കൊടുക്കുകയും ആ ചിത്രം വൻ വിജയം നേടുകയും ചെയ്തു. അതാണ് മണിമത്തൂരിലെ 1000 ശിവരാത്രികൾ. ബിച്ചു തിരുമല രചിച്ച് കണ്ണൂർ രാജൻ ഈണം നൽകിയ മനോഹര ഗാനങ്ങൾ. യേശുദാസും ചിത്രയും അതിന് ശബ്ദമാധുര്യം ഒഴുക്കിയതോടെ ഇന്നും ആ ഗാനങ്ങൾ ഹിറ്റായി തന്നെ തുടരുന്നു. 1985 ഹാരിസൺ ഫോർഡ് നായകനായി ഇറങ്ങിയ വിറ്റ്നസ് എന്ന ചിത്രത്തെ ആസ്പദമാക്കി സ്വർഗചിത്ര അപ്പച്ചൻ നിർമ്മിച്ച് മമ്മൂട്ടിയെയും നാദിയ മൊയ്തുവിനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സുരേഷ് ഗോപിയും ബാബു ആന്റണിയും തകർത്തഭിനയിച്ച ഫാസിൽ രചനയും സംവിധാനവും നിർവഹിച്ച് അക്കാലത്ത് റിലീസ് ചെയ്യപ്പെട്ട ചിത്രങ്ങളിൽ ദുരന്ത ക്ലൈമാക്സ് ഒരുക്കിയ ചിത്രം 1986 സെപ്റ്റംബർ 12 റിലീസ് ചെയ്ത 132 മിനിറ്റുകളുള്ള ക്രൈം ത്രില്ലർ പൂവിന് പുതിയ പൂന്തന്നൽ.